എല്ലാവരും കൂടി ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന സീരീസിലെ 35ാമത്തെ എപ്പിസോഡാണ്. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ചെയ്യാൻ പോകുമ്പോൾ 8 ഗേറ്റ് അത് ഫോളോ ചെയ്യുവാണെന്ന് മാസ്റ്ററിന് മനസ്സിലായി. അത് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു ടൈമിൽ കണ്ണു വെട്ടിച്ച് മാറി. ബാക്ക് കവറിലായിരുന്നല്ലോ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നേ, അത് മാറ്റിയിട്ട് നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് പോയി. അവർ വേറെ സ്ഥലത്തോട്ടും പോയി. ഫാനിൻ്റെ ഔറ അതെനിക്ക് സെൻസ് ചെയ്യാൻ കഴിഞ്ഞു, പെട്ടെന്ന് പോകും എന്ന് പറഞ്ഞ് വിടുവാണ്. മറ്റൊരിടത്ത് കിങ് ഇനി അങ്ങോട്ട് പോകുന്നത് വളരെ ഡേഞ്ചറാണ്, എല്ലാവരും മുൻകരുതലെടുക്കണം എന്ന് പറഞ്ഞാണ് പോകുന്നത്. അവരെ ഫോളോ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി സ്നേക്ക് വെച്ച് അത് നോക്കി. അത് ആ ബ്ലഡ് സെറ്റിലെ ആ എൽഡറാണ്, അയാളുടെ ആൾക്കാരും ഉണ്ട്. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് തുടങ്ങാനായിട്ട് എല്ലാം സെറ്റാക്കിയിരിക്കുകയാണ്. ആദ്യം തന്നെ ആരെ വിടുന്നു, അതെല്ലാം അവരെ തടഞ്ഞു. ഒരു പവർ ഉപയോഗിച്ച് മൊത്തത്തിൽ ബ്രേക്ക് ആക്കി. എൽഡറാണെങ്കിൽ ഇതെന്ന് തന്ന ഏതാണ് ഡ്രാഗൺ ബില്ല്, അത് തന്നെ നമ്മുടെ ഇവിടെ നിന്ന് പൊയ്ക്കോളാം, ഇല്ലെങ്കിൽ ഈ സ്കില്ല് തടഞ്ഞതുപോലെ ഞാനും എൻ്റെ ക്ലാനിലെ ഡിസിപ്ലിൻസ് എല്ലാവരെയും ഇങ്ങനെ തടയുമെന്നാണ്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാനിൻ്റെ എനിമിയാകാൻ ആഗ്രഹമാണെന്ന് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നുമില്ല, നമുക്ക് വേണ്ട സാധനം കിട്ടിയാൽ നമ്മൾ പൊയ്ക്കോളാം എന്ന് നിങ്ങളുടെ ആൾക്കാരെന്ന് കാണട്ടെ എന്ന രീതിയിലാണ് ക്യൂങ്ലി പറയുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ വിളിക്കുന്നത്. മുൻപത്തെ പേര് മറന്നുപോയി. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അയാളുടെ പവർ ഉപയോഗിച്ചപ്പോൾ തന്നെ അവരുടെ മൈൻഡ് അൺകോൺഷ്യസ് ആയി, ഒരു പപ്പറ്റിനെ പോലെ. അതേ വെച്ച് പിന്നെ അറ്റാക്കാണ് ചെയ്യുന്നത്. ഈ സമയത്ത് അവരുടെ സ്ട്രെങ്ത് എന്നത് പ്രതീക്ഷയ്ക്ക് അപ്പുറമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ ശരീരത്തെ കൊത്തി കിട്ടിയാൽ പോലും വേദനയില്ല എന്നത് ഓർക്കണം. തിരിച്ചെല്ലാവരെയും കൊല്ലാനേറ്റ് തുടങ്ങി. ഒരു പരിധിവരെ തടഞ്ഞെങ്കിലും മരിക്കേണ്ടി വരുവാണ്. എൽഡ്ര പിൽസ് തരുന്നു അതോ ഞാൻ തന്നെ കൊല്ലണോ എന്ന കിങ്ലി ഇപ്പോഴും കൊടുക്കാൻ തയ്യാറല്ല. ഈ സമയത്ത് സിയോയാൻ അടുത്തേക്ക് വരുവാണ്. മാസ്റ്ററിന് വേറെ ഒരു സ്ട്രോങ് ആയ അവർ അത് സെൻസ് ചെയ്യുന്നുണ്ട്. അവനോട് കെയർഫുൾ ആകാനായിട്ട് പറയുന്നു. അവിടെ ഫൈറ്റ്, അവളുടെ നല്ലൊരു അറ്റാക്ക് അത് വെച്ച് തന്നെ കുറച്ചുപേരെ കൊന്നു. എന്നിട്ട് ആ എൽഡറിനെ കൊല്ലാനായിട്ട് വന്നു നിന്ന ഒരു പവർ ഉപയോഗിച്ച് തടഞ്ഞു. എങ്കിലും ഒട്ടും വീക്കൊന്നുമല്ല, എങ്കിലും അയാൾ കുറച്ച് പരിധി കഴിഞ്ഞപ്പോൾ വീഴുവാണ്. ഇതാണ് ബ്ലഡ് സെറ്റ്. എൻ്റെ കയ്യിൽ നിന്ന് നീ കൊണ്ടുപോകാൻ നോക്കുകയാണല്ലേ, ആദ്യം നിന്റെ ജീവൻ എങ്ങനെ പോകുമെന്ന് നോക്കട്ടെ. അവളാണ് അങ്ങോട്ട് ആ സ്ട്രോങ് ഔറ വന്ന ആ മാസ്റ്റർ പറഞ്ഞല്ലോ, ആള് വരുന്നത് അയാളുടെ ഡൗക്കി വവ്വാലാകണം. അത് വെച്ച് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരെയും കൊന്നുകളഞ്ഞു. എന്നിട്ട് കിങ്ലിനെ അറ്റാക്ക്. എന്നാൽ അവൾ എത്രയൊക്കെ നോക്കിയിട്ടും അയാളെ പിടിക്കാൻ പറ്റുന്നില്ല. കാരണം അയാളുടെ ഡൗക്കി ടെക്നിക്ക് വവ്വാല് പോലെയാണ്, വളരെ പാടാണല്ലോ പിടിക്കാൻ. അവളെ അടിച്ച് തറയിലൊട്ടിച്ച്. അയാളുടെ പേരെന്നത് ഫാൻ ലവ് എന്നാണ്. ഡ്രാഗൺ പില്ല് അത് തന്നാൽ നമ്മൾ ഇവിടുന്ന് പൊയ്ക്കോളാം, എന്നാൽ അവൾ ഇപ്പോഴും കൊടുക്കില്ല എന്ന് തന്നെയാണ്. അയാളൊരു ഡൗക്ക് വാങ്ങണം എന്ന് ഷിയോയിന് മനസ്സിലായി. എന്നാൽ മാസ്റ്റർ അവൻ്റെ ഔറ അത് ഹൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഫാൻ വന്ന് എനിക്ക് കിട്ടിയില്ലേ ആർക്കും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഡൗക്ക് ഇല്ലാതെ നീ എത്ര നാൾ ജീവിക്കണമെന്ന് കാണുമല്ലോ എന്നാൽ അവള് പൊട്ടിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ അതിനു മുൻപേ അയാൾ വന്നിട്ട് അവളെ അടിച്ച് അത് എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് വേറൊരാളെ കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോകും എന്നാണ് പറയുന്നത്. എന്നാൽ ഫാലാവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ മുഴുവൻ പവർ കൊടുത്ത്. എന്നാൽ അവള് ഒരു ഡൗ വാങ്ങണം, മറ്റേ ഡൗ വാങ്ങണല്ലോ. അവിടെ പിന്നെ ഒരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല, നല്ലൊരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് മാസ്റ്റർ പറയുന്നു. ഫാനിന്റെ പിറകെ ചെയ്യാൻ പോകുന്നുണ്ട്. അവര് പുറത്തു പോകാൻ നിൽക്കുമ്പോഴാണ് ഒരാള് ആ സ്കെലിട്ടൺ ടോംബ്, അവരുടെ ക്ലാൻ 6 പേരുണ്ട്, 2 പേര് ഡൗലിങ് ഡാഡൌഷ് അങ്ങനെയൊക്കെ പറയുന്നു. അവന്റെ അച്ഛൻ നേരെ പോകാനായിട്ടാണ് പറഞ്ഞത്. എന്നാൽ ഇവൻ അയർഹാൻ അവനെ കൊല്ലാനുള്ള ഉദ്ദേശമാണല്ലോ ഫാനിനുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ എടുക്കുമ്പോൾ എൽഡർ വേണ്ട, നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയും പെട്ടെന്ന് പുറത്തു പോകാൻ, എന്നാൽ അവനെ കൂടെ അടിച്ചിട്ടിട്ട് പോകാനേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ഇതാണ് നല്ലൊരു ടൈം എന്ന് മനസ്സിലാക്കി അവനും പോകുന്നു. അത് കഴിഞ്ഞ് അവരുടെ ഫൈറ്റ്, 2 സൈഡിൽ നിന്നുള്ള ആൾക്കാർ മരിക്കുന്നു, ഫൈറ്റ് ചെയ്യുന്നു. അവരുടെ ലീഡറിന് വേണ്ടി പൊട്ടിത്തെറിച്ച് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും എർഹാനെ പിടിച്ചു. എന്നെ കൊന്നാൽ അവരുടെ ക്ലാൻ റിവെഞ്ച് ചെയ്യും എന്ന് പറയുമ്പോൾ അയ്യോനെ പേടിച്ചു. നിന്നെ കൊന്നാൽ വേറെ ആരെ പോയി പറയാനാണ് എന്ന് പറഞ്ഞ് അവന്റെ വിരൽ മുറിച്ച് ആ റിങ്, ആ സ്റ്റോറേജ് റിങ് അതെടുത്തു. എന്നിട്ട് കൊന്നും കളഞ്ഞു. 3000 ലൈറ്റനിങ് അത് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. എന്നാൽ സിയോ എന്നെ അവിടെ ഉള്ളത് മനസ്സിലാക്കി പിടിച്ചു. നിന്നെയാണ് ഞാൻ കാത്തിരുന്നത്, നിനക്ക് ഇതല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ പ്യൂരിഫൈ ലോട്ടസ് ആ മാപ്പ് എടുത്ത് കാണിക്കുന്നു. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഷിയോയൻ അത് പറയില്ലെന്ന് തന്നെ പറഞ്ഞു. അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഗ്രാൻഡ് മാസ്റ്റർ 4th ലെവലോ ഒരു സ്പിരിറ്റ് ലെവലിനെ എതിർക്കാൻ നോക്കണോ എന്ന് പറഞ്ഞ് വരുമ്പോഴാണ് അവരെല്ലാവരും അടിച്ചിട്ടിട്ട് ഫാനുമായിട്ട് ഫൈറ്റ്. അത് കുറച്ചു നേരം അവന്റെ സ്ട്രെങ്ത് കണ്ട് ഫാനിന് തന്നെ അതിശയം. എങ്കിലും നോക്കി എന്നാൽ പറ്റിയില്ല. നീ സത്യത്തിൽ ആരാണ് എന്ന് പറഞ്ഞ ടെൻഷൻ. ഈ മാപ്പ് അതെന്തോ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ നിനക്ക് ഞാൻ അത് തരില്ല, അതിലെന്തുണ്ട് എന്ന് പറഞ്ഞ് ഒരു പവർ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നിന്റെ പോലത്തെ സ്ട്രെങ്ത് വെച്ച് അവനെ എതിർക്കാൻ കഴിയില്ല എന്ന് മാസ്റ്റർ പറയുമ്പോൾ എന്നാൽ എനിക്കൊരു സീക്രട്ട് ടെക്നിക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മിസ്റ്റീരിയസ് ചേഞ്ച് അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. നീ എന്താ കാണിച്ചേ എന്ന് മാസ്റ്റർ, കാരണം 1-2 തവണ ഓൾറെഡി ഉപയോഗിച്ചു കഴിഞ്ഞു, അതിന്റെ സൈഡ് എഫക്റ്റ് വളരെ വലുതാകും. എങ്കിലും അവനത് ഉപയോഗിച്ച് പിന്നെ എതിർക്കുന്നു. അവന്റെ പവർ സിയോനിൽ കയറ്റാൻ തുടങ്ങി, എന്നാൽ നടന്നില്ല. സിയോന്റെ ഹെവൻലി ഫ്ലെയിം വെച്ച് തന്നെ ബ്രേക്ക് ആക്കി. അത് അഫക്റ്റ് ആയപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പോകാം എന്ന്
ഈ സമയത്ത് കിങ്ലിനെ അടിച്ചുവിട്ടു. എല്ലാവരുടെ ബോഡി അത് ആരെ അറിയാതിരിക്കാൻ വേണ്ടി അത് റിമൂവ് ചെയ്തു. ഇവിടെ സിയോയാൻ അവരെ വിടാൻ തയ്യാറല്ല, അടുത്തേക്ക് തന്നെ വരുവാണ്. അവനെല്ലാം പറ്റിയാൽ അവന്റെ അച്ഛൻ വരും. നോ മൈൻഡ്, എൽഡറെ രക്ഷിക്കാനായിട്ട് നടക്കുന്നു. എന്നാ ഇത് പെട്ടെന്ന് തീർക്ക് അയാൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നൊന്നും നിൽക്കില്ല, സ്കില്ല് വെച്ച് തന്നെ അയാളുടെ അടുത്തെത്തി ഹെവന്റെ ഫയർ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു. എന്നാൽ അതോടെ സിയോയന്റെ പവർ അത് പോയി. എന്നാൽ ഇത് കണ്ടപാടെ ഫാനാണെങ്കിൽ ഓടി. എന്നാൽ പെട്ടെന്നാണ് അവൻ എന്തോ കുത്തേറ്റി മരിക്കുന്നത്. സംഭവം ലിറ്റലികൾ ഹെൽപ്പ് ചെയ്താണ്. 3000 ലൈറ്റനിങ്, ഡ്രാഗൺ പില്ല്, പ്യൂരിഫൈ ലോട്ടസ് പീസ് എല്ലാം അവന്റെ കയ്യിൽ എത്തിയെന്ന് പറയുമ്പോഴാണ് നീ ഇത് യൂസ് ചെയ്യാൻ പഠിച്ചല്ലേ, അപ്പോഴാണ് ലാബ് വരുന്നു എന്ന് മനസ്സിലായിട്ട്. ലാബ് അല്ലേ ഫാൻ ലാബ്. അതുകൊണ്ട് അവിടെ നിന്ന് റിങ് എടുത്ത് പോകാനായിട്ട് പറഞ്ഞ് അവരും അടുത്ത് പോയി. ഫാല വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവിടെ അവന്റെ ആൾക്കാരെ കണ്ടിട്ട് ഷോക്കായി നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവന്റെ സ്വന്തം മകൻ മരിച്ചടക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് തകർന്നു പോയി. ആരാണെന്നറിയാൻ വേണ്ടി മെമ്മറി എടുത്തു. അത് ശിവയാനാണെന്ന് മനസ്സിലായി. നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അലറുന്നു. ഇതേ സമയത്ത് ശിവയൻ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഒരു രാത്രി റെസ്റ്റ് എടുക്കാൻ ഒരു കേവിലേക്കും കയറി. അവിടെ ആ പ്യൂരിഫൈ ലോട്ടസിന്റെ പീസ് അത് ചേർത്ത് വെച്ചേക്ക്. ഇനി ഒരെണ്ണം കൂടിയും മതി, അത് കംപ്ലീറ്റ് ആകും. അതെവിടെയാണെന്ന് അറിയില്ല, അത് കണ്ടുപിടിക്കണം. അതിനുശേഷമാണ് ഡ്രാഗൺ പില്ല് അത് എടുക്കുന്നത്. അത് കഴിക്കാനായിട്ട് പറയുന്നു. അതുകൊണ്ട് മുൻപല്ലേ പറഞ്ഞ അത് കഴിക്കേണ്ടത്. എന്നാൽ ഇവന്റെ സ്ട്രെങ്ത് ഇപ്പോൾ വളരെയധികം സ്ട്രോങ് ആയി. സീക്രട്ട് ടെക്നിക്ക് 3 കൂടുതൽ ഉപയോഗിച്ചപ്പോൾ തന്നെ മനസ്സിലായി. അവനോട് കഴിക്കാനായിട്ട് പറയുന്നു. അവനും അതുപോലെ ചെയ്യുന്നു. ഇത് 7th ടയർ പില്ലാണ്, വളരെ ഡേഞ്ചർ ആകും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് കഴിച്ചു. എന്നാൽ ഒന്നും തന്നെ പറ്റിയില്ല. ഇത് ഫേക്ക് പില്ലായിരുന്നു. എന്താ നിനക്ക് വളരെ എഫക്റ്റീവായത് വേണോ എന്ന് മാസ്റ്റർ പറയാണ്. എങ്കിലും അറ്റ്ലീസ്റ്റ് ചെറിയൊരു എഫക്റ്റെങ്കിലും വരണ്ടേ എന്ന് ചോദിക്കുമ്പോഴാണ് ഇത് ലെവല് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ചെയ്യുന്നതെങ്കിൽ അത് നീ വിചാരിക്കുന്നതിനേക്കാൾ എഫക്റ്റീവായിരിക്കും. നീ ഒരു ആൽക്കമിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നാച്ചുറായിട്ടുള്ള എനർജി അത് നിന്നിലുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് മാസ്റ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഫ്യൂച്ചർ പറയാം എന്ന് പറഞ്ഞ് അവൻ ഈ പിൽസ് കഴിച്ചത് കൊണ്ട് തന്നെ സോണിക് വേവ് എന്ന് അത് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയും. എനിമിയെ അടിച്ചിടാൻ വളരെ ഹെൽപ്ഫുൾ ആകും. അവന്റെ ഡൗക്കിയിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് പറയുമ്പോൾ അവന് ചെയ്യാൻ തുടങ്ങി. എന്നത് അവന് താങ്ങാൻ കഴിയില്ല. ഹോൾഡ് ചെയ്യുന്നൊക്കെ മാസ്റ്റർ അവസാനം അത് കംപ്ലീറ്റ് ആക്കി. അതിന്റെ എഫക്റ്റ് എന്നത് വളരെ ടെറിഫിക് ആയിരുന്നു. അതുകൊണ്ടാകണം സോണിക് വേവ് എടുക്കാൻ പറഞ്ഞ്. മാസ്റ്ററിന് അവളൊരു കാര്യം പറയണ്ട, നീ നോർമലായിട്ടാണ് ആ സ്കില്ല് സോണിക് വേവ് ഉപയോഗിക്കുന്നതെങ്കിൽ നിന്റെ തൊണ്ട വേദനിക്ക്, അത് വളരെയധികം പാടാണ്. അതിന് പകരമായിട്ട് അതിന്റെ ഡൗക്കി ടെക്നിക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറയുന്നു. ആ ഗ്രന്ഥം, ആ സ്ക്രോൾ അത് കിട്ടാൻ വളരെ പാടാണ്. ലക്കുണ്ടെങ്കിൽ അത് കിട്ടും എന്ന് ചെയ്യാൻ. പിന്നെ ആ ഇൻയാങ് ഡ്രാഗൺ പില്ല് അത് കഴിച്ചപ്പോൾ എന്തോ ഫെമിലിയർ ആയിട്ട് തോന്നി എന്ന് പറയുമ്പോൾ അതിന് മാസ്റ്റർ സെറ്റായിട്ട് പുറത്തേക്ക്. ഇൻയാങ് ഡ്രാഗൺ പില്ല് അതിന്റെ ഫോർമുല ഉണ്ടാക്കിയതേ മാസ്റ്ററാണ്. ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിന് വേണ്ടി പഠിപ്പിച്ചു. അവൻ നല്ല ടാലൻ്റ് ഉള്ളവനായിരുന്നു. എന്നാൽ അവന കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്. അതിൻ്റെ റിഗ്രറ്റ് ചെയ്യുന്നു. ശിവൻ അത് കേട്ട് തിരിച്ചു വന്നെങ്കിലും എന്നാൽ അതിനുശേഷം നിന്നെ ഞാൻ മീറ്റ് ചെയ്തു. ഇത്രയൊക്കെ എത്തി കൂളാക്കി. മാസ്റ്ററിനെ പറ്റിയത് രണ്ടാമതൊന്നും കൂടി ആവർത്തിക്കില്ല എന്നത് വാക്കും കൂടും. മാസ്റ്റർ ഹാപ്പി ആയിട്ട് ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇനി ചിയാനൻ അക്കാഡമിയിലേക്ക് പോകാൻ ആ ഫാളൻ ഹാർട്ട് എടുക്കാം എന്ന് പറഞ്ഞ് പോവുകയാണ്. അവിടുന്ന് കട്ടായിട്ട് ചിയാനൻ അക്കാഡമിയിലേക്ക് എത്താറായി. നേരെ പോയാൽ അറ്റാക്ക് ചെയ്ത് താഴെ വീഴ്ത്തും. അതുകൊണ്ട് തന്നെ ഒരു സിറ്റി കൂടി നടന്നു പോകാനായിട്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ഒരു മാർഗത്തിലൂടെ പോകാൻ നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവനെ അടുത്തെത്തി. അവർക്ക് ഓരോരുത്തർക്കും ഓരോ പിന്ന് കൊടുക്കുന്നുണ്ട്. കാരണം എന്തിനാണോ അത് മറന്നുപോയി. പോയിസന്റെ എഫക്റ്റ് ഉള്ളവരിക്കണം. അവൻ ജിയാനൻ അക്കാഡമിയിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. 2 വർഷം കഴിഞ്ഞ് വരുവാണ് എന്ന് പറയുമ്പോൾ നീ ശിവയാനാണല്ലേ, അവൾ എന്നെ നാണം കെടുത്തേ ഉള്ളൂ എന്ന് മനസ്സിൽ അവനോട് അക്കാഡമിയിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തിട്ട് കോമ്പറ്റീഷൻ നാളെയാണ് എന്ന് പറഞ്ഞു വിട്ടു. അവനെ അതിൽ കൂടി പോകുന്ന പിറ്റേന്ന് കോമ്പറ്റീഷന് തുടങ്ങി. യൂണർ ഒരുത്തനെ അടിച്ചുവിട്ടു തോൽപ്പിച്ച. അവിടെയുള്ള ഒരുപാട് പേര് അതൊക്കെ കാണാണ്. യൂണറിനെ സപ്പോർട്ടായിട്ടുണ്ട്. അവൾ അവിടെ ഫേമസ് ആണെന്ന പോലെ. അവിടെ ഓരോരുത്തരെ പേരൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതൊക്കെ വഴിയെ കാണുന്നവരാണ്. അത് കഴിഞ്ഞ് ഒരുത്തനായിട്ട് ശിവയാനാണ് മാച്ചി. എന്നാൽ അവൻ വന്നിട്ടില്ല. അത് കണ്ട് അവൾക്ക് സങ്കടമായി. അങ്ങനെ നിൽക്കുകയാണ് ഒരു സൗണ്ട്. എല്ലാവർക്കും മനസ്സിലായി, പ്രത്യേകിച്ച് യൂണറിന് മനസ്സിലായി അത് ശിവയാനാണെന്ന്. അവനും വന്ന് നിൽക്കുന്നു. സോറി, ഞാൻ നേറ്റ് ആയതുപോലെ അല്ലേ, 2 വർഷം കഴിഞ്ഞ് കാണുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് വളരെയധികം സങ്കടം ഹാപ്പിയായി. വായിച്ചാൻ അങ്ങനെ അല്ലായിരുന്നു. ഹായ് ബെങ് എന്ന് ഒരുത്തനായിട്ടാണ് മാച്ച്. അവൻ ഇത് സിമ്പിളാണ് എന്ന രീതിയിൽ യൂണറിനെ അവൾക്ക് മുന്നേ ഞാൻ കാണിച്ചു കൊടുക്കും എന്ന് പറയുകയാണ്. അതുപോലെ അവിടെ എൽഡേഴ്സ് പിന്നെ ഒരു പെണ്ണ്, അവളുടെ പേര് ഹുജിയ. അവളാണെങ്കിൽ ശിവൻ. യൂണറിന് അവൾ പറഞ്ഞ അത്ര സ്ട്രോങ് ഒന്നും അല്ലല്ലോ എന്ന രീതിയിലൊക്കെ കാര്യം പറയലാണ്. എന്നാൽ എൽഡേഴ്സ് അത് കണ്ടിട്ട് അവനൊന്ന് ചെക്ക് ചെയ്യുന്നു. എന്തോ ഒന്ന് മനസ്സിലായി. അവന്റെ സ്ട്രെങ്ത് ഉണ്ട്, നീ വിചാരിക്കുന്നത് പോലെയല്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫൈറ്റ് തുടങ്ങി. യൂണറിനെ കാണിച്ചു കൊടുക്കണം എന്ന രീതിയിലാണ് അവൻ പറയുന്നത്. യൂണറിനെ അവിടെയുള്ള മിക്കുള്ളവർക്കും ഇഷ്ടമാണ് യൂണറിന് ശിവന്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശിവനെ തോൽപ്പിക്കണം. അത് കഴിഞ്ഞ് നേരെ അറ്റാക്ക് ആയിട്ട് വന്നു. എന്നാൽ സിമ്പിളായിട്ട് തടഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ഷോക്ക്. എങ്കിലും പിന്നെ അറ്റാക്ക് ചെയ്യുന്ന നോക്കി ശിവനെ ഒറ്റ അടി സ്മാഷ്. അത് ഉപയോഗിച്ച് അവന്റെ
അടുത്തെത്തി. അവൻ പവേഴ്സ് ഉപയോഗിക്കാൻ നോക്കിയെന്ന അടിച്ചിട്ടു. ആ സ്ട്രെങ്ത് അത്രയ്ക്കും വലുതായിരുന്നു. എല്ലാവർക്കും ഷോക്ക്. കാരണം മറ്റവൻ ഗ്രാൻഡ് മാസ്റ്റർ 9 ലെവലാണ്, ഷിയോയൻ 4. ലെവലിനനുസരിച്ച് വ്യത്യാസമുണ്ട്. എങ്കിലും ആ മാച്ച് ഷിയോയൻ ജയിച്ച് യോണറിനെ നോക്കിയിട്ട് അടുത്തേക്ക് വരുന്നു. അവിടെ കുറച്ചു നേരം നോക്കി, പിന്നെ കെട്ടിപ്പിടി. അവിടെ ഷിയ യു എന്നൊരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് ഷിയോയനെ അറിയാം എന്ന ഒരു സങ്കടം പോലെ. ലിന്നാണെങ്കിൽ അവരെ വഴക്കുറയുന്നു. എന്നെ ഓർമ്മയുണ്ടോ? അതെന്താ ടീച്ചറെ, അല്ലെങ്കിൽ സീനിയറെ അങ്ങനെ പറഞ്ഞ് എന്ന രീതിയിൽ ഷിയോയൻ കുറച്ച് വഴക്ക് വരുമ്പോൾ സോൾവ് ആക്കാൻ യൂപം വന്നു. ഷിയോയൻ സ്ട്രോങ് ആയില്ലേ, പിന്നെന്താ. എന്നാൽ 2 വർഷം ട്രെയിനിങ് ഇല്ലായിരുന്നല്ലോ, കൾട്ടിവേഷനൊക്കെ മോശമാണ്. പിന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഷിയോയനാണെങ്കിൽ പോകുന്ന നേരം എന്തോ ഒരു ബാഡ് ഫീൽ പോലെ. സംഭവം ഭാഷ്യം തന്നെയാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ചെറിയ എപ്പിസോഡാണെന്ന് അറിയാം. സംഭവം പനി പിടിച്ച് പേടിപ്പനി, ഒരു സ്വപ്നം കണ്ടത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.